എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ശശിയും സിനിയും വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു 6 വർഷമായി. 2 കുട്ടികളുണ്ടവർക്ക്. 2 പെൺകുട്ടികളാണ്. 5 വയസ്സും 4 വയസ്സുമുള്ള 2 കുട്ടികളാണ്. ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് തർക്കങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടാണ് അതെങ്ങനെ പരിഹരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഞാൻ ഇവരുടെ സെക്ഷൽ ലൈഫിനെ കുറിച്ചും ചോദിക്കുകയുണ്ടായി. സെക്ഷൽ ലൈഫോ അങ്ങനെ ഒരു സംഭവമേ ഞങ്ങളുടെ ഇടയിലില്ല. എങ്ങനെയോ അബദ്ധത്തിൽ 1-2 പ്രാവശ്യം ബന്ധപ്പെടുമ്പോഴോ 2 പ്രാവശ്യം പ്രഗ്നന്റ് ആയി, അങ്ങനെ പ്രസവിക്കുകയും ചെയ്തു. ഓരോ പ്രാവശ്യം പ്രഗ്നന്റ് ആയി കഴിഞ്ഞാലും സിനി പ്രത്യേകമായി വേറെ റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 9 മാസം വേറൊരു മുറിയിലാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡിന്റെ കൂടെ ഈ ഒരു മുറിയിൽ കിടക്കുന്നത്. അതിന്റെ ഇടയിൽ എപ്പോഴോ ആണ് പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ പെൺകുട്ടിയും പ്രഗ്നന്റ് ആയത്. ഈ 2 പിള്ളേരും ആയി കഴിഞ്ഞപ്പോൾ കുട്ടികളെ തന്നെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സിനിയുടെ അമ്മയെ വിളിച്ചു വരുത്തി. ഈ അമ്മയും സിനിയും ഈ 2 കുട്ടികളും ഒരു മുറിയിൽ, ഹസ്ബൻഡ് ആയ ശശി വേറൊരു മുറിയിൽ. അങ്ങനെയാണ് ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല പ്രശ്നം കേട്ടോ. ഇത് കൂടാതെ ഇവർക്ക് 2 പേർക്കും സ്വകാര്യമായിട്ട് സംസാരിക്കാൻ ഒരു മിനിറ്റ് പോലും ഒഴിവില്ല. 2 പേരും ജോലിക്ക് പോകുന്നവരാണ്. സിനി ജോലിക്ക് പോകുമ്പോൾ 2 പിള്ളേരെയും അമ്മയാണ് നോക്കുന്നത്. ശശിയും ജോലിക്ക് പോയിട്ട് 2 പേരും രാത്രി വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 8-8:30 അപ്പോഴത്തേക്കും അമ്മയൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കാണും. അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാനൊക്കെ റെഡി ആയിട്ട് കുളിപ്പിച്ചൊക്കെ ശേഷം പൗഡറൊക്കെ ഇട്ട് ആകെ നല്ല സുന്ദരി കുട്ടികളായിട്ട് നമ്മൾ പിടിക്കുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് കൊച്ചിന്റെ കൂടെ കുറച്ചു നേരം കഴിച്ചിട്ട് സിനി കടന്ന് ഉറങ്ങുകയായി. ശശി വന്ന് കുട്ടികളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളെ എടുത്തു തുടങ്ങുമ്പോഴത്തേക്കും സിനിയുടെ അമ്മ പറയും, അയ്യോ ഉറങ്ങാൻ പോകുന്ന കൊച്ചിനെ ഉണർത്തല്ലേ, ഇയാളുടെ മീശ തട്ടും അല്ലെങ്കിൽ താടി തട്ടും, അതൊക്കെ ആയിക്കഴിഞ്ഞാൽ കൊച്ചിന് ഒരു കുത്തൽ വരും, അപ്പൊ കൊച്ചു ചിലപ്പം എണീക്കും. അത് കാരണം കുട്ടീനെ വെറുതെ വിടും, ഉറങ്ങുന്ന കുട്ടീനെ എണീപ്പിക്കല്ലേ എന്ന് പറയും. അങ്ങനെ ശശിയും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ വളരെ കുറവാണ്. ശശിയുടെ മാതാപിതാക്കൾ വിദേശത്താണ് താമസിക്കുന്നത്. അവർക്ക് ഇങ്ങോട്ട് വരികയും ഈ കുട്ടികളുടെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും സാധിക്കുകയായിരുന്നില്ല. അപ്പോൾ സിനിയുടെ അമ്മ പറയുന്നത് മിണ്ടാതെ കേൾക്കുക മാത്രമേ ശശിക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ കാര്യം ആര് നോക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്നാൽ ഇതിനെക്കാട്ടിലുമൊക്കെ പ്രശ്നം 2 പേരും ഒരുമിച്ച് ഇവരുടെ ബെഡ്റൂമിൽ ഇരുന്ന് സംസാരിക്കുകയോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുകയോ ഒന്നുമില്ല. ബാക്കി ആ വീട്ടിലുള്ള ഏത് റൂമിൽ ഇരുന്നാലും കൂടെ ഈ പിള്ളേരും അല്ലെങ്കിൽ ആ അമ്മായി അമ്മയും അല്ലെങ്കിൽ ആ വീട്ടിലുള്ള മെയ്ഡ്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ആ ഒരു വിവാഹ ബന്ധം എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുന്തോറും വഷളായിക്കൊണ്ടേ വരികയാണ് ചെയ്തത്. ഇത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ഉത്തരം, ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ പറയുക. ശശിയും സിനിയും ഒരുമിച്ച് അവരുടെ ബെഡ്റൂമിൽ കഴിയുക. സെക്സിന് വേണ്ടി മാത്രമല്ല, ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ കഴിഞ്ഞ് ഒരു ബെഡിൽ കിടന്ന് പരസ്പരം ഇടയ്ക്കെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് എന്തെങ്കിലും ഒരു കാര്യം, അത് തർക്കം വരുന്ന ഒരു കാര്യമായാലും സാരമില്ല, എന്തെങ്കിലും ഒരു കാര്യം പരസ്പരം ഒന്ന് സംസാരിച്ച് കുട്ടികളെ ഞങ്ങളുടെ 2ആളുടെയും കൂടി ഇടയിൽ നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ വേണമെങ്കിൽ ശ്രമിക്കാം എന്നൊരു മട്ടായി സിനിക്ക്. അങ്ങനെയെങ്കിലും ഈ സിനിയുടെ അമ്മ അവിടെ നിന്ന് പോയി കിട്ടുമല്ലോ എന്നൊരു ധാരണയിൽ ഞാൻ അവരോട് പറഞ്ഞു. ഫസ്റ്റ് സെഷനിൽ വന്നപ്പം എന്നാൽ ശരി, സിനിയുടെ അമ്മ അവരുടെ വീട്ടിൽ പോട്ടെ. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവരുടെ അച്ഛൻ അങ്ങനെ തന്നെയാണ്. പണ്ട് മുതലേ അച്ഛന് ശീലമുണ്ട്. അച്ഛൻ വേറെ മുറിയിലും അമ്മ വേറെ മുറിയിലുമാണ് കിടക്കുന്നത്. ഈ സിനിക്ക് ഒരു ആങ്ങളയുണ്ട്. അപ്പോൾ ആ ആങ്ങളെയും സിനിയും തമ്മിൽ ഒരു 8-10 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പൊ ആങ്ങളെ പണ്ടേ പഠിക്കാനെന്ന് പറഞ്ഞൊരു കോളേജിലും അവിടെയൊക്കെ പോയത് കാരണം സിനിയും അമ്മയുമാണ് എപ്പോഴും ഒരുമിച്ച് കടന്നിരുന്നത്. അച്ഛൻ എപ്പോഴും വേറെ മുറിയിലാണ് കടന്നിരുന്നത്. അപ്പോൾ അത് കണ്ടാണ് സിനി വളർന്നത്. അത് കാരണം സിനിക്ക് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരേ മുറിയിലാണ് താൻ കിടക്കേണ്ടത്, അത് സെക്സ് ചെയ്താലും ഇല്ലെങ്കിലും എന്നുള്ള ആ ഒരു ബോധം സിനിയുടെ മനസ്സിലില്ല. സിനി പറയണ എൻ്റെ അച്ഛൻ യൂസ്ഡാണ് തന്നെ കിടക്കാൻ, അപ്പൊ അമ്മ അവിടെ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവിടെയും മേടൊക്കെ ഉണ്ട്, അവർ കുക്ക് ചെയ്യുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും എന്നാണ് സിനിയുടെ പറച്ചിൽ. എന്തായാലും അമ്മയെ പറഞ്ഞു വിട്ടു. അമ്മ അവിടെയാണെങ്കിൽ പോലും ശരിക്കും ആ ഒരു ശരീരം പൂണ്ടിയുടെ കൂടെ ഇല്ലെങ്കിൽ പോലും ഓരോ കാര്യത്തിനും അമ്മയുടെ അവിടെ നിന്നുള്ള ആ ഒരു ചരട് വലി ഉണ്ട് എന്നുള്ളതാണ് പിന്നത്തെ സെഷനിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇന്ന് എന്തുണ്ടാക്കണം ഭക്ഷണം, ഇന്ന് എന്ത് ഡ്രസ്സ് കുട്ടികളെ ധരിപ്പിക്കണം, ഇന്നത്തെ ദിവസം നീ ശശിയോട് എന്തൊക്കെ സംസാരിക്കണം, ഇനി സെക്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ വേണ്ടയോ, ഏത് തരത്തിൽ ചെയ്യണം, ഇതെല്ലാം ആ അമ്മ പറയുന്നത് കേട്ടിട്ടാണ്
ഈ കുട്ടി ചെയ്യുന്നത്. ഇത് ശശി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ സിനിയോട് ചോദിക്കുകയുണ്ടായി, മോളെ അതെന്താ അങ്ങനെ, നമ്മൾ തമ്മിലുള്ള ഈ സ്വകാര്യ കാര്യങ്ങളെല്ലാം ഈ അച്ഛനമ്മമാരോട് പറയുന്നത് ശരിയാണോ? അപ്പൊ ഈ കുട്ടി പറയണെന്തെന്ന് വെച്ചാല് എല്ലാ കാര്യവും ഇതുവരെ അത് അമ്മ പറഞ്ഞിട്ടേ കേട്ടിട്ടുള്ളൂ, അമ്മ പറഞ്ഞതുപോലെ ചെയ്താലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ, ശശി പറയുന്ന പോലെ ചെയ്താൽ ശരിയാവില്ല. ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ അത് കണ്ടാണ് വളർന്നിരിക്കുന്നത്. ഞങ്ങളുടെ അച്ഛനല്ല തീരുമാനിക്കുന്നത്, അമ്മയാണ് എല്ലാം തീരുമാനിക്കുന്നത്. അമ്മയുടെ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതല്ലേ നോർമൽ? എല്ലാ വീട്ടിലും ഇതുപോലെ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് അതായിക്കൂടാ? ഞാൻ എന്തിനാണ് വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടത് എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ്. അപ്പോൾ അവർ ചെറിയ പ്രായത്തിൽ അവർ എന്ത് കണ്ടാണോ വളരുന്നത്, അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാനുള്ള ഒരു പ്രവണത വലുതായി കഴിഞ്ഞ് അവരുടെ കുടുംബം ഒക്കെ ആയി കഴിയുമ്പോഴും അവർക്ക് ഉണ്ടാകും. സപ്പോസ് ഈ സിനിയുടെ അമ്മയും അച്ഛനും തമ്മിൽ വേറെ വേറെ മുറി കിടന്നിട്ടാണെങ്കിലും ഫുൾ ടൈം തല്ലും വഴക്കും ബഹളവും ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ സിനിയുടെ മനസ്സിൽ ചിലപ്പോൾ ഓക്കെ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു അകൽച്ച ഉള്ളത് കൊണ്ടാണ് ഇവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രായമായി എൻ്റെ ഒരു വീടാകുമ്പോൾ, എൻ്റെ ഒരു കുടുംബം ആകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് വളരെ കൂട്ടായിട്ടിരിക്കും എന്നുള്ളൊരു ചിന്ത വന്നേക്കാം, വരാതിരിക്കാം, പക്ഷെ വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സിനി കാണുന്നത് എന്താ? സിനിയുടെ അമ്മ ഒരു മുറിയിൽ, അച്ഛനൊരു മുറിയിൽ, അച്ഛൻ അച്ഛൻ്റെതായ ലോകത്ത്, അമ്മ അമ്മയുടേതായ ലോകത്ത്. ഈ ഒരു കൊച്ചുണ്ടായി, ഒരു ചേട്ടനുണ്ടായി, ചേട്ടൻ മിക്കപ്പോഴും എവിടെ പുറത്തെവിടെയാണ് എപ്പോഴെങ്കിലുമൊക്കെ വരും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വലിയ അസ്വാരസ്യങ്ങളൊന്നുമില്ല, വീട്ടു ജോലിയൊക്കെ ചെയ്യാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സിനിയുടെ വിചാരം ഇതാണ് നോർമൽ, അപ്പൊ ഇതേപോലെ തന്നെ മതി എൻ്റെ ജീവിതത്തിലും എന്നുള്ളതാണ്. എന്നാൽ ശശിയുടെ വീട്ടിൽ അങ്ങനെയല്ലായിരുന്നു. ശശിയുടെ കുടുംബത്തിൽ പേരൻസ് തമ്മിൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, കുട്ടികൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഇടപെടുകയൊന്നുമില്ല. നീ എന്താ ചെയ്യണത്, നീ എന്ത് കഴിച്ചു, നീ അങ്ങനെ പോ, നീ ഇങ്ങനെ പോ എന്ന് പറഞ്ഞ് ഓരോ സമയവും ഇങ്ങനെ ഫോൺ ചെയ്ത് അവരിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയൊന്നുമില്ല. അപ്പൊ ശശിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ ഒരു ഫ്രീഡം കിട്ടി, തൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വിടുക എന്നുള്ളത് നോർമലാണ്. അപ്പോൾ ശശി പ്രതീക്ഷിച്ചത് താൻ വിവാഹം കഴിച്ചു വരുമ്പോൾ തൻ്റെ ജീവിതത്തിലും അതേപോലെയൊക്കെ ആയിരിക്കണം എന്നാണ്. എന്നാൽ ഇവിടെ സിനി പ്രതീക്ഷിച്ച് വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവര് രണ്ടുപേരും വ്യത്യസ്തമായിട്ട്, ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സാഹചര്യങ്ങളിൽ നിന്നും ഇവിടെ വന്ന് സിനിയുടെ അമ്മ ഇത്രത്തോളം കൂടുതൽ ഇവരുടെ ആ ഒരു കുടുംബ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു കയറി ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും തമ്മിൽ ടോട്ടലായിട്ട് അകറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവരുടെ ജീവിതം സ്വാഭാവികമായിട്ടും വളരെയധികം ഒരു ബുദ്ധിമുട്ടിലായി. ഇനി അതിൻ്റെ ഇടയിൽ എല്ലാവരും കൂടി ഒരു ബെഡ്റൂമിലാണെങ്കിൽ പോലും ഈ കുട്ടികൾ എത്ര 5 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളാണ്. അപ്പൊ കുട്ടികളെ ചെമ്മരോട് അടുത്ത് ചേർത്ത് എന്നിട്ട് ഇവർ രണ്ടുപേരും അടുപ്പിച്ച് കിടക്കാം എന്ന ആ ഒരു സജഷൻ ശശി വെച്ചപ്പോഴത്തേക്കും ഈ സിനി എന്ത് ചെയ്ത സമ്മതിക്കില്ല. കാരണം സിനി അമ്മയോട് ഇങ്ങനെ ശശി ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ 2 കുട്ടികൾ അടുപ്പിച്ചടുപ്പിച്ചായി, ഇനി നീ അവൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞാൽ ഇനി ഒരു കൊച്ചിനെ കൂടി ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് സെക്ഷൽ ലൈഫിന് ഫുൾ സ്റ്റോപ്പ് ഇടണം, ഇനി മുതൽ ഈ ഒരു പരിപാടിക്ക് പോകരുത് എന്നാണ്. അപ്പോൾ സിനി എന്നോട് പറയുന്നത്, ഞാൻ ഇയാളുടെ കൂടെ കിടന്നു കഴിഞ്ഞാൽ എനിക്കിനി ഒന്നും കൂടി പ്രഗ്നൻ്റ് ആയാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ കോപ്പർട്ടി ഉണ്ട്, വേറെ പലതരത്തിലുള്ള ഗർഭനിരോധന മാർഗങ്ങളുണ്ട്, ഇതെല്ലാം ഉപയോഗിച്ചൂടെ? അതല്ലാതെ തന്നെ സ്വാഭാവികമായിട്ടുള്ള വിഡ്രോവൽ ടെക്നിക്കുമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇനി ഇതൊന്നുമല്ലെങ്കിലും ഫോർപ്ലേയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്സ് എന്ന് പറയുമ്പോൾ ഇൻ്റർകോഴ്സ് മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അടുപ്പം, ആ ഒരു ബോണ്ടിങ് കൂടാൻ നിങ്ങൾ തമ്മിൽ ആ ചേർത്ത് പിടിക്കുക, ആ ഒരു ഹഗ്ഗിങ് കിസ്സിങ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുമ്പോൾ സിനി എന്ത് ചെയ്താൽ അത് മനസ്സിലാക്കുന്നില്ല. ശശിക്കാണെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ബുദ്ധിമുട്ട് കൂടി വരികയാണ്. അപ്പോൾ ഒരു ദിവസം ശശി തന്നെ എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വന്ന് പറഞ്ഞു, മാഡം ഞാൻ എൻ്റെ ഈ ഒരു ശാരീരിക ആവശ്യത്തിന്, ബാക്കിയുള്ള കാര്യങ്ങൾ പോട്ടെ, സിനി എങ്ങനെയോ ഇരിക്കട്ടെ, എനിക്ക് 2 പിള്ളേരായിപ്പോയി, ആ പിള്ളേരെ കരുതി എങ്ങനെ ഞാൻ കൂടെ താമസിച്ചേ പറ്റുള്ളൂ, ഞാൻ എൻ്റെ ഈ ശാരീരിക ആവശ്യങ്ങൾക്കായി ഞാൻ വേറെ സ്ത്രീകളെ സമീപിക്കുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ എന്ത് ഉത്തരമാണ് പറയേണ്ടത്? ഞാൻ ധർമ്മസങ്കടത്തില്ല, ഓക്കെ, നീ ഈ ശാരീരിക ആവശ്യത്തിനായി വേറെ സ്ത്രീകളെ സമീപിച്ചോ എന്ന് ഞാൻ പറയണോ? അതല്ല എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലും കണ്ടിട്ട് സ്വയം മാസ്റ്റുർബേഷൻ ചെയ്തിട്ട് ഒരു സന്തോഷം കണ്ടെത്ത്, അത് മതി, അതേ ഉള്ളൂ നിനക്ക് വിധിച്ചിട്ടുള്ളത് എന്ന് പറയണോ? സിനിയോട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ വേറെ വേറെ വഴികളിലൊക്കെ പോകും, അപ്പോൾ അത് നിനക്ക് സ്വീകാര്യമാണോ? അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ഞാൻ 1-2 പ്രാവശ്യം ശ്രമിച്ചതാണ്,
പരാജയപ്പെട്ടതുമാണ്. കാരണം അവൾക്ക് അവളുടേതായ ന്യായങ്ങളുണ്ട്, അവളുടേതായ മുടന്ന ന്യായങ്ങളുണ്ട്. നന്നായി തർക്കിച്ചു നിൽക്കാൻ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ പറഞ്ഞതിനെതിരെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ശശിക്ക് കുറച്ച് നിർദ്ദേശങ്ങളും കുറച്ച് സജഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ ആ മുറിയിൽ തന്നെ പ്രത്യേകമായിട്ട് കുട്ടികളെ മാറ്റി കിടത്തു. ഒന്നുകിൽ വേറൊരു കട്ടിൽ വാങ്ങി അവിടെ കിടത്തു, അല്ലെങ്കിൽ ഒരു ബങ്ക് ബെഡ് വാങ്ങി അതിൽ കിടത്തു, അതല്ലെങ്കിൽ നിലത്ത് മെത്തയിട്ടിട്ട് അവിടെ കിടത്തു എന്നൊക്കെ ഞാൻ സജഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അപ്പോഴും സിനി പറയണത് ഞാൻ ഇയാളുടെ കൂടെ കിടന്നു കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ഗർഭനിരോധന മാർഗങ്ങളൊന്നും സേഫ് അല്ല, ഞാനത് ഉപയോഗിക്കില്ല, എൻ്റെ അമ്മ സമ്മതിക്കാണ്ട് ഞാനൊന്നും ചെയ്യില്ല. ഇത് ശശിയുടെയും സിനിയുടെയും വീട്ടിൽ സംഭവിച്ചു. ഇത് പലരുടെയും വീട്ടിൽ സംഭവിക്കാം. ഇതെല്ലാം കണ്ട് വളരുമ്പോൾ അവരുടെ കുട്ടികളും ചിലപ്പോൾ ഭാവിയിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ തന്നെ നേരിടാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ഇതേപോലെ നിങ്ങളിൽ എത്ര പേർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്? അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പരിഹരിച്ചത്? ദയവായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത് ഇതിന്റെ കമന്റ് സെക്ഷനിൽ എഴുതുക. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ദയവായി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.